അപ്പോൾ നമ്മൾ കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മളെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പം നാളെ മുതൽ നമ്മൾ പാറൂട്ടിക്ക് സ്കൂളിലൊക്കെ പോയി തുടങ്ങണേ. അപ്പോൾ സ്കൂളിലേക്ക് പോകാനുള്ള ബാഗും കുടയും ഒന്നും തന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കല്യാണത്തിനൊക്കെ ഇതൊക്കെ അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വെച്ചൊന്ന് പോകുന്ന പോക്കിൽ ഇതൊക്കെ അങ്ങനെ വാങ്ങിയിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നേരെ കൽപ്പറ്റയ്ക്കാണ് പോകുന്നത്. കൽപ്പറ്റ പോയി അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൽപ്പറ്റ എത്തിയപ്പോൾ ആദ്യം തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് രാവിലെ ചായയും കടിയൊക്കെ തിന്നിട്ടാണ് വന്നത് കേട്ടോ. എന്നാലും ഉച്ചയൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മെല്ലെ സാധനങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ആർക്കും ബിരിയാണിയോ അങ്ങനത്തെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞങ്ങൾ നല്ല വെറും ചോറും കറിയും വാങ്ങിയിട്ടുണ്ട്. കാശിക്കൂടിനൊരു പപ്പടം കിട്ടിയപ്പം അത് പ്ലേറ്റിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ സ്പെഷ്യലായിട്ടൊരു അയില പൊരിച്ചതും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചോറൊക്കെ കിട്ടി ഞങ്ങൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാശിക്കൂടിന് പ്ലേറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ ചോറും അതിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ കുഴച്ച് ചോറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് പാറൂട്ടിക്കൊരു ബാഗും കുടയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൾ പുറത്തുനിന്നേ ഒരു ബാഗൊക്കെ കണ്ടുപിടിച്ചിട്ട് നേരെ ആ ബാഗ് എടുക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അത് എടുത്തു നോക്കിയപ്പം കഴിഞ്ഞ കൊല്ലത്തെ ബാഗിൻ്റെ അതേ കളറായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പാറൂട്ടിനോട് പറഞ്ഞു, പാറു ഈ പ്രാവശ്യം നീ കളറെങ്കിലും മാറ്റി പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാശിക്കൂടിനടുത്ത് ഈ ബാഗ് എനിക്കൊരു ഇത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കളർ മാറ്റി പിടിക്കാൻ പറഞ്ഞപ്പോൾ പിന്നെ അതേ കളർ തന്നെ പോയി പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ മക്കളെ സ്കൂബിയുടെ ബാഗൊക്കെ ഒരുവിധം നല്ല കളറുള്ള ബാഗുകളാണ് കേട്ടോ. എല്ലാം നല്ല കളർഫുൾ ബാഗുകളായിരുന്നേ. അപ്പോൾ അവർ പറയുന്നുണ്ട് സ്കൂബിയുടെ ബാഗൊക്കെ അങ്ങനെ കളറായിട്ടുള്ള ബാഗ് തന്നെയാണ് അധികം വരിക, മക്കൾക്കുള്ള ബാഗായതുകൊണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് ബാഗൊക്കെ നോക്കി അങ്ങനെ പാറൂട്ടിക്ക് ഇഷ്ടമുള്ള ബാഗ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബാഗൊന്ന് ഇട്ട് നോക്കി, നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഇത് എടുക്കാൻ പറ്റില്ല കേട്ടോ, അതിന് ഒറ്റ കള്ളിയുള്ളൂ. അപ്പോൾ നമ്മളെ സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിലും എല്ലാം കൂടെ ബുക്കും ഒക്കെ കൂടെ അതിൽ വെക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കാശിക്കൂടിനാണെങ്കിൽ കാശിക്കൂടിന് പറ്റിയൊരു ബാഗ് പോയി തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഇതിൽ ആനക്കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് കാശിക്കൂടിന് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വെറുതെ അവനൊന്നത് ഇട്ടൊക്കെ കൊടുത്ത് നോക്കി. അങ്ങനെ അവിടുന്ന് ബാഗൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ കുട വാങ്ങാൻ പോയിട്ടോ. അപ്പോൾ കുട കണ്ടപ്പം ഒന്ന് ബാർബീൻ്റെയും ഒന്ന് ഡോറ ബുജിൻ്റെയും ആയിരുന്നേ. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ കുട ബാർബീൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഡോറ ബുജി കണ്ടപ്പോൾ അതെന്നെ മതിയെന്നും പറഞ്ഞിട്ട് അങ്ങനെ കുടയൊക്കെ വാങ്ങൽ വേഗം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുടയൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ പോയത് പാറൂട്ടിക്കൊരു ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ചെരുപ്പ് എടുക്കാൻ പോയപ്പോഴും ഫസ്റ്റ് കണ്ട ആ ചെരുപ്പ് തന്നെയാണ് നമ്മളെടുത്തത് കേട്ടോ. ഇത് കണ്ട ഉടനെ അനുവേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. അപ്പോൾ ബാഗും കുടയൊക്കെ പാറുവിൻ്റെ ഇഷ്ടത്തിനല്ലേ, ചെരുപ്പ് അച്ഛൻ്റെ ഇഷ്ടത്തിന് എടുക്കാമെന്ന് പറഞ്ഞപ്പം പാറൂട്ടി അതന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ പാറൂട്ടിക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വാട്ടർ ബോട്ടിൽ എടുക്കാൻ വേണ്ടി പോയി. വാട്ടർ ബോട്ടിൽ എടുക്കാൻ വേണ്ടി പോയപ്പം ബാഗിൻ്റെ അതേ കളർ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് നീല തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ബോക്സ് എടുക്കാൻ പോയപ്പോഴും ബാഗിൻ്റെ അതേ കളർ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് കുറച്ച് കളറും സ്കെയിലും അങ്ങനത്തെയൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും